last video we were dealing with the role of government in health. Government and the role of government. What does government do to protect health? Towards the end, chapter end. Okay. Health care and equality is educate healthcare available to all. That's a question. Educate healthcare. Healthcare no, it should not be like that. A democratic country, as is a democratic country. So we should provide health care for the whole citizens of our country. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയാണ് നമ്മൾ ഒരു വേർഡ് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ്. എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ജനറിക് നെയിംസ് ഉള്ള വേർഡ് പലപ്പോഴും ന്യൂസ് പേപ്പർ നിങ്ങൾ ഈ പോളിറ്റിക്സ് ഒക്കെ വായിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ഈ ന്യൂസ് പേപ്പർ എല്ലാ ദിവസവും വായിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ദ ബെസ്റ്റ് വേ ടു അണ്ടർസ്റ്റാൻഡ് പൊളിറ്റിക്കൽ സയൻസ്. അതുപോലെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന വേറെ ഒന്നുമില്ല. അപ്പം ജനറിക് നെയിംസൊക്കെ ഞാൻ ഈ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. നോക്കൂ, ജസ്റ്റ് ലുക്ക് ദേർ. മെഡിക്കൽ കൗൺസിൽ ഓഫ് India's Code of Medical Ethics states every physician should as far as possible prescribe drugs with generic names and he or she shall ensure that there is a rational prescription and use of drugs. എന്താണ് കുട്ടികളെ ഈ ജനറിക് നെയിംസ് എന്ന് പറയുന്നത്? അപ്പോൾ നോക്കൂ, ഈ ജനറിക് നെയിംസ് നോക്കൂ, അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന അതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോഴ്സ് ദാംകം ദവായി ഉത്തം. ദാംകം എന്ന് പറഞ്ഞാൽ ആ ജനറിക് നെയിംസിന് ദാംകം ദവായി ഉത്തം എന്ന് പറഞ്ഞാൽ എന്താ? വില കുറവായിരിക്കും, നല്ല മരുന്നായിരിക്കും. ഓക്കെ. Jan Aushadhi Medical Stores is a chain of medical stores instituted by the central government to offer quality generic medicines at a much lower price. അപ്പം ജൻ ഔഷധി എന്താണ് ശരിക്കും? ജനറിക് മെഡിസിൻ. ഇനി ജനറിക് മെഡിസിൻസ് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഇതിൽ ഗ്ലോസറിയിൽ നോക്കൂ, അതിൽ തന്നെ ഉണ്ട്. എന്താണ് ജനറിക് നെയിംസ്? These are chemical names of drugs. They help in identifying the ingredients. They are globally recognized. For example, acetyl salicylic acid is the generic name of aspirin. വല്ലോ മനസ്സിലായോ? എല്ലാ മരുന്നിനും കെമിക്കൽസ് കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്, അറിയോ? അതെ. അപ്പോൾ ഈ ജനറിക് നെയിംസ് തന്നെ എന്തൊക്കെ കെമിക്കൽസാണ് യൂസ് ചെയ്യുന്നതെന്ന് അതിൽ തന്നെ മനസ്സിലാക്കുക. അതായത് സ്പെഷ്യലായിട്ട് വേറൊരു പേരൊന്നും കൊടുത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ എസറ്റൈൽ സാലിസിറ്റിക് ആസിഡ് എന്നുള്ളതാണ് എന്തിൻ്റെ ഒരു ആസ്പിരിൻ. നമ്മളൊക്കെ തലവേദന എല്ലാ തരം വേദനയ്ക്ക് വേഗം എടുത്ത് വിഴുങ്ങുന്നതാണ്. അപ്പോൾ ഈ ജനറിക് നെയിംസ് ഉള്ള മെഡിസിന് വില കുറവായിരിക്കും. അപ്പോൾ അത് ഓരോ കമ്പനീസ് അതിനൊരു സ്പെഷ്യൽ നെയിം ആസ്പിരിൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് അതിൻ്റെ ഒരു സ്പെഷ്യൽ നമ്മൾ മരുന്നിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നറിയില്ല ഒക്കെ കൂടെ അതങ്ങ് കൊടുക്കും. അപ്പോൾ ഈ എല്ലാ ഡോക്ടേഴ്സിനും ഈ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രൊഫഷനും ഉണ്ട് എത്തിക്സ്. ഇപ്പോൾ ലോയർ ആണെങ്കിൽ അതിലുണ്ട് ഒരു കോഡ് ഓഫ് എത്തിക്സ്. എന്ന് വെച്ചാൽ കളവ് പറഞ്ഞിട്ടല്ല നമ്മളൊന്ന് ഒരു കക്ഷീനെ രക്ഷിക്കേണ്ടത്, എന്ത് കളവും പറഞ്ഞിട്ട് രക്ഷിക്കുകയല്ല വേണ്ടത്, അല്ലേ? അപ്പോൾ ഇതുപോലെ ഒരു രോഗിക്ക് വേണ്ട മെഡിസിൻ, ഇപ്പം നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, ഹോസ്പിറ്റലിൽ 2 തരം ഹോസ്പിറ്റലിൽ പോയ 2 കുട്ടികൾ ഒരേ അസുഖമാണ്. അപ്പോൾ ദേ ബോത്ത് ഹാവ് ദ സെയിം ഡിസീസ്, വൈറൽ ഫീവർ. വൈറൽ ഫീവർ ഗവൺമെൻറ് ഡോക്ടർ prescribes only a small medicine and he asks him to take rest and take that medicine. ഇനി അങ്ങേയറ്റം പോയാൽ വേപ്പറൈസേഷനും കൂടെ പറയുന്നു, ആവി പിടിച്ചോളും കൂടെ പറയും. But what did the other doctor do? He cost a lot of money, but he gave 3 medicines for the same disease. 2 പേർക്കും 2 ആഴ്ച സമയമെടുത്തു, വൈറൽ ഫീവർ മാറി. സോ മെഡിക്കൽ എത്തിക്സ് കവർ ചെയ്തത് ആരാണ്? ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് എത്തിക്സ്, അല്ലേ? ഒരു കോഡ് ഓഫ് കണ്ടക്റ്റാണ്. അപ്പോൾ എല്ലാ രോഗികൾക്കും ആവശ്യത്തിന് വേണ്ട മരുന്നേ കൊടുക്കാവൂ ഒരു ഡോക്ടർ. അതാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. സോ ഇപ്പം ജനറിക് മെഡിസിൻ എന്താ മനസ്സിലായി. അപ്പോൾ എന്തിനാണത്, എന്തൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ? അപ്പം നിങ്ങൾ അറിയേണ്ടത് ഹെൽത്ത് കെയർ ഈസ് അവൈലബിൾ. അതാണ് ജനറിക് മെഡിസിൻ. നമ്മളിതൊന്നും അറിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അറിയാത്തത് ഗവൺമെൻറ്റിൻ്റെ കൂട്ടല്ല, നമ്മൾ അറിയണം. ജനറിക് മെഡിസിൻസ് ഉള്ള മെഡിസിൻസ് വാങ്ങണം, അനാവശ്യമായിട്ട് മെഡിസിൻസ് കഴിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ നമ്മൾ അറിയണം. ഇറ്റ്സ് ആർ ഡ്യൂട്ടി ടു നോ ദാറ്റ്. ഓക്കെ. Some private services encourage incorrect practices to earn more.
At times, inexpensive alternatives, though available, may not be used. For example, some medical practitioners are found to prescribe superfluous medicines, injections, or saline when simple medication may suffice. കണ്ടോ, അതാണ് ആ രണ്ട് കുട്ടികൾ രണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ ഡിഫറൻസ്. ശരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്താ ചെയ്ത് സൂപ്പർഫ്ലൂയസ് മെഡിസിൻ തന്നെ കണ്ടമാനം മെഡിസിൻസൊക്കെ എഴുതി. മറ്റേതിന് പകരം ഒറ്റ മെഡിസിനാണ് ആ രോഗത്തിന് വേണ്ടിയിരുന്നത്. ആ മെഡിസിന് പകരം 3-4 മെഡിസിൻ കൊടുത്തു മറ്റേ കുട്ടിക്ക്. അല്ലേ, കണ്ടമാനം ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. ആകെ ഒരൊറ്റ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പം ഇതാണ് ഞാൻ നേരത്തെ ആ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്. സോ ഇറ്റ്സ് ക്ലിയർ നോ, ജനറിക് മെഡിസിൻ യു നോ, ആൻഡ് മെഡിക്കൽ കൗൺസിൽ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ് എന്താണ് പറയുന്നത്? ആവശ്യവും വേണ്ട മരുന്ന് മാത്രമേ ഒരു രോഗിക്ക് കൊടുക്കാൻ പാടുള്ളൂ ഒരു ഡോക്ടർ. ഫിസിഷ്യൻ ഇസ് എ ഡോക്ടർ. ഓക്കെ, ദെൻ and even for those whom one might not think of being, adana 20%, only 24% of our population, as far as India is concerned, only 20% of the people can afford the medicine. അപ്പോൾ വേണ്ട മെഡിസിൻ ഒക്കെ അപ്പോൾ എഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. സോ ഇറ്റ്സ് ദ ഡോക്ടേഴ്സ് ഡ്യൂട്ടി ടു പ്രിസ്ക്രൈബ് ഓൺലി ജനറിക് മെഡിസിൻ ആൻഡ് ദാറ്റ് ടു വാട്ട് ഈസ് നീഡഡ് ഫോർ ദ പേഷ്യൻറ്റ്. അല്ലേ, ഇപ്പോൾ എല്ലാ മെഡിസിൻ ഇതിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ബി കോംപ്ലക്സ് ഗുളിക കണ്ടമാനം, അത് ആവശ്യത്തിൽ കൂടുതലായാൽ എന്താ ചെയ്യുക? നമ്മൾ ശരിക്കും നോക്കിയാൽ കാണാം ബ്ലഡിലേക്ക് ആണ് ഈ ബി കോംപ്ലക്സിൽ നമ്മളെ ബ്ലഡ് കുറഞ്ഞവർക്കാണെന്നുള്ള വെയ്പ്പ് എല്ലാവർക്കും അങ്ങ് കൊടുത്തു വിടുകയാണ്. ആവശ്യത്ത് കൂടി കഴിഞ്ഞാൽ പിന്നെ അത് യൂറിനായിട്ട് അങ്ങ് പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. സോ medical expense most of the people cannot afford. For those who are poor, every illness in the family is a cause of great anxiety and distress. What is worse is that the situation tends to happen again and again. Those who are poor in the first place, undernourished. These families are not eating as much as they should. They are not provided basic necessities like drinking water, adequate housing, clean surroundings, etc. and therefore are more likely to fall ill. The expenses on illness make their situation even worse. Did you understand? See, those who are ill, they cannot afford medicine നമ്മൾ പറയുന്നു. Before that, they cannot afford good drinking water. അല്ലേ, നല്ല വെള്ളമില്ല, പിന്നെ നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് അല്ല കഴിക്കുന്നത്. ഇങ്ങനെ നല്ല വെള്ളത്തിലും നല്ല ന്യൂട്രീഷ്യസ് ഫുഡും എല്ലാം കഴിച്ചിട്ടില്ല എങ്കിൽ എന്താ ഉണ്ടാവുക? they will be prone to diseases. അല്ലേ, അപ്പോൾ അവർക്ക് ആദ്യം ട്രീറ്റ്മെൻറ്റ് എവിടെ വേണം? ആ നല്ല വെള്ളത്തിനും ശുദ്ധീകരിച്ച വെള്ളത്തിനും നല്ല ന്യൂട്രീഷ്യസ് ഫുഡുമാണ് ആദ്യം അവർക്ക് എഫോർഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ അവർക്ക് ഈ ഇടയ്ക്കിടയ്ക്ക്, അതാണ് ആ കാന്താബായി പറയുന്നില്ല അവരുടെ മോള് ഇടയ്ക്കിടയ്ക്ക് സുഖമില്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? ബസ്തിയിൽ ഇറ്റ്സ് നോട്ട് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ അല്ല കിട്ടുന്നത്. ദാറ്റ് ഇസ് ദ റീസൺ. ഓക്കെ, അപ്പം ദാറ്റ് ഗവൺമെൻറ് ഷുഡ് ടേക്ക് ഇൻ ടു നോട്ട്. അവർക്ക് ഇൽനെസ് എഫോർഡ് ചെയ്യാൻ പറ്റാത്തതിന് മുമ്പ് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ചില സംഗതിയാണ്. പ്രോപ്പർ ഡ്രിങ്കിങ് വാട്ടർ അവർക്ക് എഫോർഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഗുഡ് ന്യൂട്രീഷ്യസ് ഫുഡ് അല്ല കഴിക്കുന്നത്. അപ്പോൾ എന്താ? ദേ വിൽ ബി പ്രോൺ ടു ഇൽനെസ്. അപ്പോൾ ഈ ഭക്ഷണം തന്നെ മര്യാദയ്ക്ക് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാണ് ഇൽനെസ്സിൻ്റെ മുകളിൽ എക്സ്ട്രാ ചിലവ് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും സ്ഥിതി? Okay, sometimes it is not only the lack of money that prevents people from getting proper medical treatment. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്. ഒരു ഫെമിനിസം ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മളൊരു ഫാമിലിയിൽ ഒന്ന് റഫായിട്ട് ചിന്തിച്ചു നോക്കൂ. ഇഫ് ദ ജെൻസ് ഇസ് ഗെറ്റിംഗ് സിക്ക്, അല്ലേ, ഇപ്പോൾ ഒരു നെഞ്ഞുവേദനയാണെങ്കിലും എന്താണെങ്കിലും ആണുങ്ങൾ കാണുന്നത് പറ്റുമെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഏർണിംഗ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് അവർക്കാണ് ഇതാക്കണം. മറ്റേതാവുമ്പോൾ കുറച്ച് പണിയൊക്കെ എടുക്കുന്നവർക്ക്, പെണ്ണുങ്ങളാണെങ്കിൽ പറയും കുറച്ച് പണിയൊക്കെ എടുക്കുന്നവർക്ക് കുറച്ച് വേദന ഉണ്ടാവും. അങ്ങനെ അത് വയ്ക്കും. ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും എന്നുള്ള മട്ടിൽ അങ്ങനെ വെച്ചിരിക്കും. പിന്നെ ചില ഡോക്ടേഴ്സ് പറയുന്നത് എന്താണ്, അതിൻ്റെ അവസാനം അതങ്ങോട്ട് കയറി ഇൻഫെക്ഷൻ ടോട്ടലായിട്ട് ആ കിഡ്നീനെ വരെ എഫക്റ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നും ട്രീറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ വല്ല അവയവങ്ങൾ മാറ്റി വയ്ക്കലും ഇത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അതൊരു ജെൻറ്റും വുമണും തമ്മിലുള്ള വ്യത്യാസവും അവിടെ നല്ലോണം ഉണ്ട്. അപ്പോൾ താഴേക്കടയിലുള്ള ഫാമിലിയാണെങ്കിൽ അത് നന്നായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. യു ജസ്റ്റ് ലുക്ക് ഇൻ ടു ദ പിക്ചർ ദേർ. അത് ഒരു ഗർഭിണിയായ സ്ത്രീ, ഷീ ഈസ് വാക്കിംഗ് ആൻഡ് ഹർ husband, whoever it is, he is on a cycle.
This lady cannot travel on a cycle. So since she has to travel long distance, especially pregnant women, they should go visit a doctor at least once. എന്നാലേ ആ ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് നമുക്കിപ്പോൾ പല ചികിത്സകളുണ്ട്, വയറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്തെങ്കിലും ബുദ്ധിമാന്യം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാനും അതെല്ലാം വേണ്ടാന്ന് വെക്കാനും ഒക്കെ ഉള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പം സിൻസ് ദീസ് ലേഡി ഹാസ് ടു ട്രാവൽ എ ലോങ് ഡിസ്റ്റൻസ്, എന്തായിരിക്കും അവർ ചെയ്യുക? എല്ലാ പ്രാവശ്യവും ഇതിപ്പോൾ ചെയ്യേണ്ട വെച്ചിട്ട് 1-2 മന്ത് സ്കിപ്പ് ചെയ്യും. ആ സ്കിപ്പ് ചെയ്യുന്ന മന്ത് ഇറ്റ് വിൽ ബി വൈറ്റൽ അല്ലേ, കുട്ടീൻ്റെ ഡെവലപ്മെൻറ്റ് അറിയാതാവും, പ്രശ്നങ്ങൾ അറിയാതാവും, ലാസ്റ്റ് മൊമെൻറ്റിൽ ഫുള്ളി കോംപ്ലിക്കേഷനാവും, കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. ഓക്കെ, സോ ദാറ്റ് ഓൾസോ ആ ജെൻ്റാണോ വുമൻ ആണോ എന്നുള്ള പ്രശ്നവും നമുക്കവിടെ സീരിയസ് ആണ്. So you understood all the problems. Sometimes it is not only the lack of money there. Okay, so you understood. Then in tribal areas, look at the first picture there. And a jeep is there. In rural areas, jeep is often used as serve as a mobile clinic for that. They don't have enough hospitals there. അപ്പോൾ ഈ മൊബൈൽ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറും ഒരു നഴ്സും കുറച്ച് മെഡിസിൻസും ഉണ്ട്. അതാണ് അവിടുത്തെ ക്ലിനിക്കായിട്ട്. These are all the problems which we face and which we should be aware and we should think about it. Okay, now we have understood the problem. What was the problem? The unfair practice of physicians of not using generic medicines. അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതാണ്. And then are they using more medicines what is needed? Then are they prescribing more tests than what is needed? ഇതൊക്കെ ഒരു problem. Then next goes to the problem of not having proper nutrition. Not proper nutrition ഇല്ലെങ്കിൽ എന്താ പറ്റുക? പെട്ടെന്ന് സൂക്കേട് വരും. Then if he a gent or a woman, gents ആണെങ്കിൽ problems get solved easily, കാരണം ഏർണിംഗ് മാൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പെട്ടെന്ന് അവരിൽ ഈ താഴേക്കടലിലെ ഫാമിലീസിലാണ് അത് കൂടുതൽ നടക്കുക. Then in rural areas, most of these places do not have enough clinics, and so what are they using? They are using a jeep as a clinic. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് are there. Now problems ഉണ്ടെന്ന് പറഞ്ഞാൽ there will be solutions too, right? Okay. There's little doubt that the health situation of most people in our country is not good. It is the responsibility of the government to provide quality healthcare service to all citizens, especially the poor and disadvantaged. However, health is as much depend on the basic amenities and social conditions of the people. Okay. അപ്പം നമ്മൾ അറിയേണ്ടത്, ഹെൻസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു വർക്ക് ഓൺ ബോത്ത് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ ഹെൽത്ത് സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലംസിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ നോക്കണം. കാരണം ഹെൽത്തി കുട്ടികളിൽ ഡിസീസസ് കുറവായിരിക്കും. സോ വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദ കേരള മോഡൽ. അപ്പോൾ കേരളയിൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കുറേയും കൂടെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ്റാണ് നമുക്കുള്ളത്. ദാറ്റ് വി ഷുഡ് ബി പ്രൗഡ് ഓഫ്. ഇൻ 1996 the government made some major changes in the state. 40% of the entire state budget. അപ്പോൾ കേരളം എന്ത് ചെയ്തു എന്ന് പറഞ്ഞോ, സ്റ്റേറ്റ് ബഡ്ജറ്റ് ഉണ്ടാവും. അവർ നമ്മളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന മണി, ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്ന മണി അവരെന്ത് ചെയ്യും, ഓരോന്നിനും എഡ്യൂക്കേഷന് ഇത്ര, ഹെൽത്തിന് ഇത്ര, പിന്നെ റോഡ്സ് കനാൽസിന് ഇത്ര എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ 40% ഓഫ് ദി എൻറ്റയർ റവന്യൂ വാസ് ഗിവൺ ടു ദി പഞ്ചായത്ത്. ഏറ്റവും താഴേക്കിടയിലേക്ക് കൊടുത്തു. പഞ്ചായത്ത് they could plan and provide. പഞ്ചായത്ത് was to plan and provide their requirements. ആ എമൗണ്ട് ഒന്നായിട്ട് കൊടുത്തു. മറ്റിങ്ങനെ നിലവിളിയല്ലേ, അത് വേണം ഇത് വേണം, അതല്ല, നേരെ എമൗണ്ട് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ യു ക്യാൻ ഡു ഇറ്റ്. അപ്പം പഞ്ചായത്തിൽ ചെറിയ ചെറിയ ഏരിയയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അല്ലേ. റൂറൽ ഏരിയ, ടൗൺ ഏരിയയിലൊന്നും ഇത്ര വലിയ പ്രോബ്ലംസ് വരില്ല. അപ്പം പഞ്ചായത്ത് did it. Okay, this made it possible for the village to make sure that proper planning was done for water, food, women's development and education. So problem was solved to a great extent because the government had given the money directly to the panchayats, and so they did proper water was given, then food was given, എല്ലാവരും
ചെയ്തു. കാരണം പഞ്ചായത്തിന് സ്വന്തം മണി ഉണ്ടല്ലോ. Okay, this meant that water supply schemes were checked, working of the schools and Anganawadi schools ഒക്കെ കുറേ കാലം മുമ്പുള്ള സിറ്റുവേഷൻസ് വെച്ച് നോക്കുകയാണ്. ഇറ്റ് വാസ് ടെറിബിൾ. എല്ലാം വീണ് പോകാനായ സ്കൂൾസ്. നൗ യു ഡോണ്ട് സീ മച്ച് ഗവൺമെൻറ് സ്കൂൾസ് വിച്ച് ആർ ലൈക്ക് ദാറ്റ്. നൗ ദേ ഹാവ് ഓൾ ദ ഗുഡ് ഫെസിലിറ്റീസ് ഓഫ് ദ വേൾഡ് അല്ലേ. അപ്പം ദീസ് ആൻഡ് ഓൾ ആർ ബെസ്റ്റ് നോൺ ഇൻ കേരള ഇസ് ബെസ്റ്റ് നോൺ പ്ലേസ് ഫോർ ഓൾ ദാറ്റ്. അപ്പം all this helped to improve the situation. Despite these efforts, however, yet there are problems. I don't tell there are no problems, but it can be solved. So Kerala model is the best model to be shown to whole India. What was our model? The money, 40%, a large sum of money was given directly to the panchayat, and they were asked to do their own, they were asked to find out their problems and do a solution for it. അപ്പോൾ ഇവർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ തുടങ്ങി. വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ തീർത്തു, സ്കൂൾസിൻ്റെ പ്രശ്നങ്ങൾ തീർത്തു, ഇങ്ങനെ മണി കൊടുത്തിട്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി. ഓക്കെ, സോ ദാറ്റ് ഈസ് കേരള മോഡൽ. നൗ വി ഹാവ് ടു ലുക്ക് ഇൻ ടു എന്തെങ്കിലും പ്രോബ്ലം വന്ന് നമ്മൾ ഉടനെ ആരാണ് അത് സോൾവ് ചെയ്ത് അങ്ങനെയുള്ളവരെ നോക്കുക. അങ്ങനെയാണ് നമ്മൾ കേരളത്തിൻ്റെ പറഞ്ഞത്. നൗ വി ആർ ഗോയിങ് ടു കോസ്റ്ററിക്കൻ റിപ്രോച്ച്. എന്താ ഈ കോസ്റ്ററിക്ക? കോസ്റ്ററിക്ക എവിടെയാ കോസ്റ്ററിക്ക? ഡു യു നോ? ഇറ്റ് ഈസ് ഇൻ സെൻട്രൽ അമേരിക്ക. എന്താ, വാട്ട് ഡിഡ് ദേ ഡു? കോസ്റ്ററിക്കയിൽ ഒരു കാര്യമുണ്ട്, അവർക്ക് സൈന്യം ഇല്ല. Okay, the main reason for constitution several years, Costa Rica took very important decision, decided not to have any army. നിങ്ങൾക്കറിയോ ഈ നമ്മൾ ഇന്ത്യൻ ആർമിക്ക് ഈ നമ്മൾ ആംസ് ആൻഡ് അമ്യുനേഷൻ വാങ്ങാൻ എത്ര കോടി രൂപയാണ് നമ്മൾ ചിലവാക്കണം. അപ്പോൾ അതെന്തിനാ? ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ കോസ്റ്റാറിക്കൻ ആർമി ഗവൺമെൻറ് എന്ത് തീരുമാനിച്ചു? വി ഡു നോട്ട് നീഡ് ആൻ ആർമി. ഇൻസ്റ്റെഡ് വിൽ ടേക്ക് ദാറ്റ് മണി ആൻഡ് വിൽ സ്പെൻഡ് ഇറ്റ് ഫോർ ദ on health, education and basic needs of the people. Health, education, basic needs of the people നന്നായാൽ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല സംസ്കാരമുള്ള ഒരു ജനത വന്നാൽ അവിടെ അടിപിടിയും കുറവായിരിക്കും അല്ലേ. അപ്പോൾ പ്രശ്നങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് എന്തില്ല. അപ്പം നിങ്ങൾ നോർത്ത് വയ്ക്കുക, കോസ്റ്റാറിക്ക ഡസ് നോട്ട് ഹാവ് എ ആർമി. Have an army. Okay, the Costa Rican government provides basic service and amenities to all Costa Ricans. For example, it provides safe drinking water, sanitation, nutrition and housing. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമാണ്. സേഫ് ഡ്രിങ്കിങ് വാട്ടർ എല്ലാവർക്കും കിട്ടണം, സാനിറ്റേഷൻ, നല്ല വൃത്തിയുള്ള ചുറ്റുപാട്, ദെൻ ന്യൂട്രീഷൻ, നല്ല ഭക്ഷണം, ആൻഡ് ഹൗസിങ്. ദിസ് കോസ്റ്റാ റിക്കൻ ഗവൺമെൻറ് can do means we can also do. But this is the end of the chapter. അല്ലേ, കോസ്റ്റാ റിക്കൻ ഗവൺമെൻറ് ചെയ്ത മട്ടിൽ നമ്മളുടെ ഗവൺമെൻറ്റും we have to spend more money on public affairs than on other things. So with that I come to the end of the chapter. And before ending the chapter, I'll give you a small advice. Read newspapers. You can get more than this, okay, from the newspapers. Every day just read the newspaper, at least the first page. Gives you more information about anything and everything in the world. Okay, that's all children. Thank you.